നമസ്കാരം. വൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി അധികാരത്തിലേറി നാളുകൾ തികയും മുൻപേ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത EK വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം. ഭരണം തുടങ്ങി ഹണിമൂൺ പീരീഡ് പോലും അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സതീശൻ സർക്കാർ പല നിർണായക വിഷയങ്ങളിലും ജനങ്ങളോട് ഒളിച്ചുകളി നടത്തുകയാണെന്ന് പത്രത്തിന്റെ മുഖപ്രസംഗം കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ രംഗത്തെ ഗവർണറുടെ അനാവശ്യ ഇടപെടലുകളോടും പുതിയ സർക്കാർ പുലർത്തുന്ന മൗനമാണ് സമസ്തയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് വഴി UDF മുന്നണിയുടെ പ്രധാന വോട്ട് ബാങ്കായ സമസ്ത തന്നെ ഭരണത്തിന്റെ തുടക്കത്തിൽ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് UDF കേന്ദ്രങ്ങളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ സംസ്ഥാന ഭരണകൂടത്തിന് മടിയാണെന്നും വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളിൽ വൻ അവ്യക്തതയുണ്ടെന്നും മുഖപത്രം എഡിറ്റോറിയലിൽ ആരോപിക്കുന്നു. പ്രധാനമായും PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഉറച്ച നിലപാടില്ലാത്തതിനെ പത്രം ചോദ്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ച വിയോജിപ്പുകൾ മാറ്റിവെച്ച് കേന്ദ്രത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുകയാണോ എന്ന സംശയമാണ് മുഖപത്രം ഉന്നയിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സമീപനത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ പത്രം നിശിതമായി വിമർശിച്ചു. പദ്ധതി നടപ്പാലാക്കില്ലെന്ന് മുൻ നിലപാടിന് വിരുദ്ധമായി ഇപ്പോൾ ആശയക്കുഴപ്പവും അവ്യക്തതയും ഉണ്ടാക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പത്രം ചൂണ്ടിക്കാണിക്കുന്നു. മുൻ സർക്കാർ ക്യാബിനറ്റ് അറിയാതെ കരാറിൽ ഒപ്പിട്ടതാണ് പ്രശ്നമെന്നും ക്യാബിനറ്റ് അറിഞ്ഞുകൊണ്ട് ഇത്തരം നിലപാടുകളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിന് തെളിവായി പത്രം നിരത്തുന്നു. ഇത് കേന്ദ്രവുമായുള്ള ഒത്തുകളിയാണോ എന്ന ഗുരുതരമായ ചോദ്യമാണ് സമസ്ത ഇതിലൂടെ ഉയർത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണർ നടത്തുന്ന ഇടപെടലുകളിൽ സർക്കാർ പുലർത്തുന്ന മൗനവും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. MG സർവകലാശാല ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ BJP സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് പത്രം ആരോപിക്കുന്നു. വൈസ് ചാൻസലർ, സെനറ്റ് അംഗങ്ങൾ എന്നിവരായി BJP അനുഭാവികളെ നോമിനേറ്റ് ചെയ്യുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രതികരണമോ നിലപാടോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും പത്രം കുറ്റപ്പെടുത്തി. ഇത്തരം നീക്കങ്ങളെ തടയാൻ ഭരണകൂടം തയ്യാറാകാത്തത് ദുരൂഹമാണെന്നാണ് സമസ്തയുടെ പക്ഷം. പല നിർണായക വിഷയങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്ന സർക്കാർ ജനങ്ങളോട് ഒളിച്ചുകളി നടത്തുകയാണെന്നും ഇത് വലിയ ജനവികാരത്തിന് കാരണമാകുമെന്നും സമസ്ത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒളിച്ചുകളി നടത്തിക്കൊണ്ട് പുതിയൊരു കേരളം സൃഷ്ടിക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും മുഖപത്രം എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എഡിറ്റോറിയലിന്റെ പൂർണ്ണരൂപം വളരെ ദീർഘമാണ്. എന്തായാലും ജനായത്ത സമ്പ്രദായത്തിന്റെ മുഖമുദ്ര സുതാര്യതയാണ്. തെളിച്ചമുള്ള നിലപാടും വിട്ടുവീഴ്ചയില്ലാത്ത ആശയദൃഢതയുമുള്ള ജനനായകരാണ് ജനാധിപത്യത്തെ കൂടുതൽ പ്രക്ഷോഭിതമാക്കുന്നത് എന്ന് പറഞ്ഞാണ് ലേഖനം ആരംഭിക്കുന്നത്. വാക്കും നിലപാടും സൂക്ഷ്മതയോടെ പാലിക്കാനുള്ളതാണെന്ന് ഭരണത്തിലുള്ളവർ നിരന്തരം ഓർമ്മിക്കുമ്പോഴാണ് ഒരു ഭരണകൂടം കൂടുതൽ ജാഗ്രതവും ജനകീയവുമാകുന്നത്. കേരളത്തിൽ ഭരണമാറ്റത്തോടെ കൂടുതൽ സുതാര്യതയോടും ആശയവ്യക്തതയോടും കൂടി ഇടപെടുന്ന ഒരു സർക്കാരിനെയാണ് ജനങ്ങൾ മനസ്സിൽ കണ്ടത്. എന്നാൽ ആ വിശ്വാസത്തെ തോൽപ്പിക്കുന്ന കാൽവെപ്പുകളാണ് സതീശൻ സർക്കാരിന്റെ ആദ്യ ദിനങ്ങളിൽ ഉണ്ടായതെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീർഘമായ ലേഖനം ആരംഭിക്കുന്നത്.